ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കശ്മീരിൽ പാകിസ്ഥാൻ ചൈനീസ് യുദ്ധോപകരണങ്ങൾ നൽകുന്നുവെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നീക്കം. കശ്മീരിലെ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ വൻതോതിൽ ചൈനീസ് നിർമ്മിത ഗ്രനേഡുകളും യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പാകിസ്ഥാൻ വിതരണം ചെയ്ത 70 ചൈനീസ് ഗ്രനേഡുകൾ കശ്മീരിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള APIകളാണ് ഭീകരവാദ സംഘടനകളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. ഇതിൽ മാരക പ്രഹര ശേഷിയുള്ള തോക്കുകളും ഷെല്ലുകളും മൈൽഡ് സ്റ്റീൽ കോർ APIയും ഹാർഡ് സ്റ്റീൽ കോർ APIയും ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. കശ്മീരിൽ CRPF ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 12ലേറെ തവണയാണ് വിവിധ തീവ്രവാദ സംഘങ്ങൾ ഗ്രനേഡ് ആക്രമണം നടത്തിയത്. മാർച്ച് 7-ന് ജമ്മുവിലെ ബസ് സ്റ്റാൻഡിലുണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 32 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഇതിനിടയിൽ വീണ്ടും പാകിസ്ഥാൻ ചൈനയുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ നീങ്ങുന്ന സമയമാണ്. വളരെ പ്രതിരോധ മേഖലയിൽ വളരെ കരുത്തോടുകൂടി ഇന്ത്യ കുതിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ പലതരത്തിൽ പ്രകോപിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കശ്മീരിൽ ഇത്തരത്തിൽ ഭീകരരെ സഹായിക്കാനായും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. കശ്മീരിൽ പാകിസ്ഥാൻ ചൈനീസ് യുദ്ധോപകരണങ്ങൾ അത് വാങ്ങി നൽകുന്നു എന്നുള്ള റിപ്പോർട്ട്. കശ്മീരിൽ ഭീകരവാദികളെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും പാകിസ്ഥാൻ നടത്തുന്നു. അത് ചൈനയിൽ നിന്ന് തന്നെ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്. കശ്മീരിലെ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ വൻതോതിൽ ചൈനീസ് നിർമ്മിത ഗ്രനേഡുകളും യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നതായുള്ള ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നതോടുകൂടി രാജ്യം വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. നിലവിൽ 70 ചൈനീസ് ഗ്രനേഡുകളാണ് കശ്മീരിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത്. കശ്മീരിലെ ഭീകര സംഘടനകളെ വളം കൊടുത്ത് വളർത്തുന്നത് പോലെയാണ് ഇത്തരത്തിൽ ഗ്രനേഡുകളും യുദ്ധോപകരണങ്ങളും നൽകുന്നത് പാകിസ്ഥാൻ. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള സന്നാഹങ്ങൾ ഭീകരവാദ സംഘങ്ങളുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം കണ്ടിരിക്കുന്നത്. മൈൽഡും ഹാർഡും സ്റ്റീൽ കോർ APIകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടത് വളരെ ഗൗരവത്തോടെയാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ കാണുന്നത്. പലതവണയായി കശ്മീരിൽ CRPF ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 12ലേറെ തവണ വിവിധ തീവ്രവാദ സംഘങ്ങൾ ആക്രമണം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ജെയ്ഷെ മുഹമ്മദ് പുൽവാമയിൽ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യ അതിനെ ശക്തമായി തന്നെ ബലാക്കോട്ട് തിരിച്ചടി നൽകി. പക്ഷേ പാകിസ്ഥാൻ അവിടം കൊണ്ടൊന്നും ഒതുങ്ങുന്നില്ല. വീണ്ടും കടന്നു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിനെതിരെ ഇന്ത്യ ഉണർന്ന് പ്രവർത്തിക്കുന്നു. സജ്ജമാണ് ഇന്ത്യ എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയും.